ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ അധികം ഒച്ചയും വെള്ളം എടുക്കാൻ പറ്റില്ല, കാരണം ലുലു മാൾ സ്റ്റോറിൻ്റെ ഉള്ളിലാണ് അല്ലേ. മമ്മാനെ നിങ്ങൾ കാണാനുണ്ടാവും. മമ്മ ഇന്ന് രാവിലെ എത്തി. രാവിലെ ഞങ്ങൾ പോയിട്ട് മമ്മ ബസ്സിലാണ് വന്നത്. ആ ബസ്സിൽ ഞങ്ങൾ എടപ്പള്ളിയിൽ പോയിട്ട് ഞാനും മോശം കൂടെ പോയിട്ട് പിക്ക് ചെയ്ത് വന്നാണ്. മമ്മ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? മമ്മയുടെ വിശേഷം പറയാനായിരിക്കും എല്ലാവരും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗിന്റെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡെലിവറിക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ, ബേബിക്ക് വേണ്ടതും അതേപോലെ തന്നെ മഷുവിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ പർച്ചേസ് ആണ്. അതാണ് പകുതി പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, വ്ളോഗ് ചെയ്യണില്ലേ? അപ്പൊ ബേബി ചെയ്യണ്ടേ, ഞാൻ ബിസി ആയിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റും. അന്നേരം കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തോളാം, കുഴപ്പമില്ല. ഇതേ സൈക്കിൾ കഴിക്കാൻ നടന്ന് ടയർഡായിട്ട് ചെയ്തല്ല, ചേരക്കിട്ടിരിക്കും. ഞാൻ ഒന്നാമതേ എക്സൈറ്റഡ് ആയിട്ട് വയ്യ. എനിക്ക് എല്ലാ സമയം അവിടെ പോയി ഇല്ലെങ്കിൽ നോർമലി ഷോപ്പിംഗ് വരുമ്പോൾ ഞാൻ ഇവിടെ പുറകെ ആയിരിക്കും. ഐ ഡോണ്ട് സീ ഇതൊക്കെ ഞാൻ കാണാറില്ല. അങ്ങോട്ട് ഐ വാക്ക് ബിഹൈൻഡ് ഹിം. ഇന്ന് ഞാൻ ഓടി നിൽക്കുന്ന അവിടെ ഇവിടെ എവിടെ. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഇത്രത്തോളം വാങ്ങിച്ചെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ മഷോ പറ, എന്തൊക്കെ ഐറ്റംസ് വാങ്ങിച്ചു? നമ്മൾ ഫുള്ളല്ല, ഹാഫ് മേടിച്ചു. ഫുള്ള് മേടിക്കണം. പക്ഷെ ഇത് ലുക്കിംഗ് സോ ക്യൂട്ട്. അപ്പൊ എനിക്ക് ഇടാൻ മനസ്സില്ല. ഞാനൊരു അമ്മയല്ലേ? അതിന്റെ കളർ സൈസ് അല്ലേ? ഇത് രണ്ടും എന്റെ മോളാണ് സെലക്ട് ചെയ്തത്. അതെ, സുനു ആണ് സെലക്ട് ചെയ്തത്. അപ്പത്തെ സുനു ശരി. ബോട്ടിലല്ലേ? ആ, പാല് കുടിക്കണ ബോട്ടിൽ വേണം സൈക്കിൾ. ആ അവിടെ മറ്റേ ഉമ്മിച്ചി. ഫുൾ സ്ലീവ് എടുത്തില്ല അതിന്റെ? ആ, ഫുൾ സ്ലീവ് എടുക്കണം. മൊത്തം 4 കളർ എടുത്തല്ലേ? 4 കളർ എടുത്തു. സോനു ഇവിടെ ആയിട്ട് കൊച്ചിനുമായിട്ട് ടർക്കി പൊതിഞ്ഞ് പിടിക്കാൻ വേണ്ടിയുള്ള ടർക്കി പോയിക്കൊണ്ടിരിക്കണേ. എന്താ? ആ, കയ്യിലും കാലിടാൻ വേണ്ടിയുള്ളത്. ഒന്നും പറയണ്ട, ഭയങ്കര എക്സൈറ്റ്മെന്റിലേക്കാണ്. എടി, ഇതിന്റെ അത് കാലും ഇടാലോ, കാലിട്ട് പുതിയാൻ പറ്റിട്ട്. കുളിപ്പിക്കാൻ വേണ്ടി അതെ, കൊച്ചിനെ അതിലിരുത്തി കുളിപ്പിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. അപ്പൊ ഇതിനകത്ത് എന്താ പ്രത്യേകം എന്താണെന്നറിയോ പക്ഷെ? ഇതൊരു ചെറിയൊരു സസ്പെൻഷൻ ഉണ്ട്, അതായത് റബ്ബറാണ്. ഈ ഒരു പോർഷൻ റബ്ബറാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും വെള്ളം കുറച്ച് സ്റ്റോറായി ഇങ്ങനെ കിടക്കും. നമുക്ക് എന്നിട്ട് വെള്ളം നമുക്ക് വേണ്ടെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് തുറന്നു വിട്ടാൽ ഊറ്റി കളയാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഇതിന്റെ സെറ്റപ്പ്. മനസ്സിലല്ലേ? അതാകുമ്പോ കൊച്ചിന് സ്വിമ്മിംഗ് പൂളിൽ കിടക്കണ പോലത്തെ ചെറിയൊരു ഫീൽ കിട്ടും. അതെ, ബെഡിലിടാൻ വേണ്ടി. ആശ്വാസം ഉണ്ടാവും. എന്ത് സംഭവം? പുതക്കാൻ വേണ്ടി. ഇതൊന്നും ഇങ്ങനത്തെ ഒന്നും വേണം, പക്ഷെ കളർ നമുക്ക് അതിന്റെ പുറത്തുള്ള മെറ്റീരിയൽ എന്താ? ഓക്കെ, ഇത് മറ്റേ ഉള്ളൻ മെറ്റീരിയൽ. പുറത്ത് മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് അല്ലേ? ഇത് ഇവരെന്തൊക്കെ ചെയ്യാനും ഫൈനലിൽ ഞാൻ തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ഇവര് കൊറേ പണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. അതിനെ കാറി കൊണ്ട് വെച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാം കാറിലുണ്ട്. ദേ വാലക്കുണ്ടെന്ന്. ഇതെന്തടി ഇത് കുരങ്ങു കുഞ്ഞ? ദേ വാലക്കുണ്ടെന്ന്. അതിനകത്ത് കളറ് 2 കളറേ ഉള്ളൂ. അവിടെ വേറെ കളർ ചേഞ്ച് ഉണ്ടോ? നീ ഇതിന്റെ 2 കളർ നമ്മള് കൊറേ ഷോപ്പൊക്കെ ബേബിക്ക് കാണിക്കുക. ബേബി ഇവിടെ വന്നാല് വേറെ മിറ്റൻസും നോക്കാവാ. പിങ്ക് എന്താ? പക്ഷെ എനിക്ക് റെഡ് ക്രിസ്മസ് പോലെ തോന്നും. ബേബിക്ക് റെഡ് ആയിരിക്കും. നല്ല ബേബിനെ പോലെ വെളുത്ത കൊച്ചു. എനിക്ക് സൈക്കിളിന് സുനു റെഡാണ് ഇഷ്ടപ്പെട്ടത്.
നമുക്ക് റെഡ് എടുക്കാം. എനിക്ക് പറ്റില്ല ക്യാമറ പിടിച്ചോണ്ടിരിക്കാൻ, എനിക്ക് ശ്വാസം ഇതിനകത്ത് ചെറിയൊരു കളർ ഫെയ്ഡ് ഡാമേജ് ഉള്ളത് നോക്കാം. പാക്കിംഗ് ആയിട്ട് നേരത്തെ ബേബിയുടെ ഡ്രസ് ഇടാൻ വേണ്ടി അതെല്ലാത്തിലും ഉണ്ട്. ഡിസൈൻ ആയതോടെ ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ റെഡ് എടുക്കാം. എടുത്താ അത് ഫിക്സ് ആക്കിയാ ഓക്കെ. ഡ്രസ് ഉണ്ട് അത്. ഇനി ഫുൾ സ്ലീവ് അല്ല. സുനു ഏതോ കളർ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞാൻ വേസ്റ്റ് ആണ് ഗൈസ്. എന്തൊക്കെ എടുക്കണമെന്ന് അറിഞ്ഞൂടെ. ഇവിടെ ബേബി പൊല്ല എടുത്തോട്ടിരിക്കുക. ടർക്കി വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ട. വലുതായില്ലേ അത്? ഉണ്ടാവും. എന്റെ കാര്യല്ലേ, ബേബിക്ക് അറിഞ്ഞൂടെ. പണ്ടത്തെ ഒക്കെ ഞാൻ എടുത്ത് കാണിക്കും ബേബിക്ക്. ബേബി ഇത് അറിയോ? പണ്ടത്തെ പിങ്ക് ഒരു ബ്ലൂ എടുത്താലോ? ബേബി പിടിച്ച യെല്ലോ കൊള്ളായിരുന്നല്ലോ. അത് കുറച്ച് വലിയ സൈസ്. ഇത് കറക്റ്റ് അല്ലേ? നീല കയ്യിലുള്ളത്. ആ നല്ലുണ്ട്. ബ്ലൂ വേണോ? എടുത്തോ. സുനന്റെ അടുത്ത് ചോദിച്ചേ. സുനു നോക്കിയടി, ടോക്കീസ് നോക്കിയ കളേഴ്സ്. ഹായ് കിട്ടി. ഒരു ബ്ലൂ ഒരു പിങ്ക് കൊടുക്കാം. ഓക്കെ ആണോ സുനു? വേറെ കളേഴ്സ് വേണ്ടല്ലോ? വേണോ? ഇതൊക്കെ വേണ്ടല്ലോ സുനു? പർപ്പിൾസ് മറ്റേ ഗ്രീൻ അതൊക്കെ വേണ്ടല്ലോ? ഗ്രീനും യെല്ലോയും കൊള്ളാം. ഡിഫറെന്റ് ആക്കണോ? ഗ്രീൻ എല്ലാം ആക്കണോ സുനു? ഗ്രീനും കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ഡിസൈൻ ആണോ? നമ്മുടെ തൽക്കാലം ഇത് രണ്ടും മാത്രം എടുക്കാം. ആവശ്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പോരെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് രണ്ടും എടുക്കാം. പിന്നെ ഫുൾ റോംബസ് വേണം. പാന്റ് അങ്ങനത്തെ ഫുൾ എടുക്കാം. അത് സോനു പറഞ്ഞെടുക്കാൻ നേരത്തെ. മറ്റേതിന് മാച്ച് ആയിട്ട് വേണോ? അതിന് മാച്ച് ആയിട്ട് എടുത്തോ എല്ലാ കളേഴ്സും. ടർക്കി അല്ലേ? അല്ല കിടക്കും ബ്ലാങ്കറ്റ് ഹോസ്പിറ്റൽ ബാഗിൽ എന്താ വെക്കണ്ട? പിന്നെ നിങ്ങൾ ഇതൊക്കെ മടക്കി വെച്ചോ അല്ലേ? നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറയും. കൊള്ളാം. ബേബി കിടോക്ക് ബ്ലാങ്കറ്റ് ഇത് മതിയാ? ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടെ നോക്കിയാൽ ബെറ്റർ ആയിരിക്കും. ഇതിന്റെ കളർ ചേഞ്ച് എല്ലാം ഡബിൾ എടുക്കുമ്പോൾ നമുക്ക് ഒന്ന് വാഷാക്കുമ്പോൾ ഒന്ന് ഇടാം. അങ്ങനെ ആക്കാം. എല്ലാം നീ അങ്ങനെ സെറ്റ് ആക്കി എടുത്തോ. വേറൊരു ടൈപ്പ് ഉണ്ട് പക്ഷെ. ഓക്കെ ആണോ അത്? അപ്പൊ നമുക്ക് ഇത് രണ്ട് ടർക്കി രണ്ട്. ഇനി എന്താണ് അടുത്ത്? ഇനി മിറ്റൻ കഴിക്കുന്നത് ബ്ലൂ. ഓക്കെ ടവല് തോന്നിയില്ലേ? ടവൽ എന്തിനാ? കൊക്കുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടി. രണ്ട് പിള്ളേരെ നമ്മൾ ഇത്ര ടൈമിൽ ഇത്ര സെറ്റപ്പ് അല്ലായിരുന്നല്ലോ. അതുകൊണ്ടിട്ട് ഞങ്ങൾ തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു. നോർമൽ തുണി വെച്ചായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തത്. ഹലോ, സോന് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്നിട്ടെന്ന് പറയാം. അത് കൊള്ളാം. ശരിയാണ്. സൈഗുണ 6 വയസ്സായി. ഞാൻ ഇവിടെ കുറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല ഇത് എടുത്തു വെച്ചുള്ള സെയിം. ഇതൊക്കെ ഫുൾ സെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ന്യൂ ബോൺ NB. ന്യൂ ബോൺ ആണ് ഇതല്ലോ. ഇതിന് ക്യാപ്പ് ഒന്നും എടുത്ത ക്യാപ്പ്. ആ സംഭവം അറിയാലോ അല്ല എന്താണെന്ന്? മമ്മ പറഞ്ഞു തന്നത്. ബേബിക്ക് എന്തൊക്കെ ഉള്ളിലൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇത് ഇതിലെ ടൈ ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയുള്ളത്. എടി രണ്ട് പിള്ളേരുടെ തന്തയാണ് ഞാൻ. പക്ഷെ നമ്മൾ ആ ടൈമിൽ ഇത്ര സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു. ഇപ്പൊ എല്ലാത്തിനും റെഡിമെയ്ഡ് സാധനങ്ങളായി. അൽഹംദുലില്ലാ. എങ്ങനെ എടുക്കണം ബേബി? ഇത് വൈറ്റ് 2-3 എടുത്തോ. മമ്മ തുണി ഓക്കെ കൊണ്ടുവന്നു. എന്നാലും നമ്മൾ 2-3 വേണമെങ്കിൽ വെച്ചോ. ഫുള്ള് വൈറ്റ് ആക്കണോ അല്ലെങ്കിൽ കളർ ആക്കണോ?
അങ്ങനെ ചോദിക്കണം. ഞാൻ പറഞ്ഞ വൈറ്റ് കൂടുതൽ വെച്ചോ, കളർ ജസ്റ്റ് 2-3 എക്സ്ട്രാ എടുത്തോ. ആ 3 വെച്ചോ. ഇതെന്തരമ്മാ മമ്മ ആവശ്യമുള്ളതൊക്കെ എടുക്കണ്ടാവും. അതാണ് എന്റെ മോന്റെ ഒരു രക്ഷയില്ല എക്സൈറ്റ്മെന്റ്. ഇത് സൈസ് കറക്റ്റ് ഉണ്ടോ? അത് അത്യാവശ്യം ഫ്രീ എടുക്കണം, കുറച്ച് ഭയങ്കര ഡൈറ്റ് എടുക്കരുത്. കൊച്ചിന് പവർന്ന് പറയാൻ പറ്റില്ലല്ലോ തലവേന എടുക്കണത്. ആ ഈ ചെറുതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, ഇത് കറക്റ്റാ, ഇത് കറക്റ്റ് സൈസ്. കളേഴ്സ് ഒക്കെ ആണോ? അതൊക്കെ മാച്ചിങ് ഒന്നും നോക്കണത്, അതൊക്കെ എന്തോരം ഡ്രസ്സ് വരാൻ കിടക്കണം. അത് വേണ്ട, ഡാഡ് എടുക്കുന്നത് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, വരാൻ്റെ എടുക്കുന്നതൊക്കെ പിന്നെ ഡാഡ് എടുക്കണം എനിക്ക് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞിട്ടില്ല. ഇത് അപ്പൊ നമുക്കൊരു ബ്ലൂവും പിങ്ക് കൊടുക്കാം. യെസ്. നൈസ് അല്ലേ? അപ്പൊ നമ്മളില്ലേ ബോയ് ആയാൽ പിങ്ക് ഒഴിവാക്കോ? അങ്ങനെയൊന്നുമില്ല, അത് കൊള്ളാം. അല്ല നമ്മളതങ്ങനെ എടുത്തതാണ്, മനസ്സിലായേ? ഫസ്റ്റ് നമ്മളിപ്പോ ബോയ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂവിൽ പോയി ചെണ്ടുവരും, ഗേൾ ആണെന്നുണ്ടെങ്കിൽ പിങ്കിൽ പോയി ചെണ്ടുവരും. ഇനി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത് പിങ്കിലായിരിക്കും. ഇതെനിക്കുള്ള ഉടുപ്പല്ലേ പിടിച്ചതും കഴിച്ചതായത്. സൈസ് നോക്കണേ സോനു. പൊളിച്ച് അത് ഡാഡ കൊട്ട് താല്പര്യല്ല, ബേബിനെ കയ്യിൽ പിടിക്കാനേ ഇഷ്ടം. എനിക്ക് അറിയാം അങ്ങനത്തെ പരിഷ്കാരം ഇഷ്ടമല്ല. സുനുവിന് വേണ്ടി അത് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് പണ്ടാ. അന്നേ എനിക്ക് മതിയായി. ഞാൻ പറഞ്ഞു എന്ത് ഭ്രാന്ത്, മര്യാദക്ക് കൊച്ചിനെ കയ്യിൽ പിടിച്ചിട്ട് നടക്കണ്ടേന് ഈ സാധനം വാങ്ങിച്ചിട്ട്. ഓക്കെ, അത് നമ്മൾ 2 മേടിച്ചല്ലേ ബേബി? റെഡും നിങ്ങൾ മേടിച്ച കാണിച്ചു കൊടുക്ക്. അല്ല അത് റെഡ് വേറെ, അതന്നെ. ബേബി ഇപ്പൊ കൊതിയായോണ്ട് ഈ വ്ലോഗ് ഞാൻ എടുക്കണായിരുന്നു. നല്ല രസം. ബേബി മിട്ടൻസ് എടുക്കും, മിട്ടൻസ് അതെടുത്തില്ല. എനിക്ക് ബേബി സെലക്ട് ചെയ്യണം. മിട്ടൻസ് കൈക്കിട്ട്. ഇല്ല ഇല്ല, ഞാൻ ഇങ്ങനെ നോക്കിയില്ല, അതുകൊണ്ട് ഞാൻ വെച്ച്. യെസ്, ഇത് സോനു ആണ് സെലക്ട് ചെയ്ത്. സോനു ബ്ലൂ അല്ലേ സെലക്ട്? അട്രാക്ഷൻ ആണ് കുട്ടി ഭയങ്കര. ഞാൻ നേരത്തെ മൊത്തം പേസ്റ്റൽ ഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ പച്ചൊക്കെ എന്താ എടുക്കാത്തത്? എനിക്ക് ബ്ലൂ ഇഷ്ടം. അടുത്ത പ്രാവശ്യം വരുമ്പോ എടുക്കാം. ഇതിലുണ്ട് ഇങ്ങനത്തെ ബെഡല്ലേ? അത് വേണ്ട, വന്നുണ്ട് നമുക്ക്. ലോട്ട്സ് ഓഫ് തിങ്സ് ആർ കമ്മിങ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ എടുക്കാം. ഇതൊക്കെ പണ്ടേ മുതലുള്ള, ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രിന്റ് ടൈപ്പ് ഒക്കെ കൊള്ളാം. ഓ, നിങ്ങൾ ഫ്രീക്ക് ആക്കാൻ പോണേ? അടുത്ത കൊച്ചു ഫ്രീക്കാ. ക്യൂട്ട് ആൻഡ് മൈൽഡ്. യാ, ദിസ് ടൈം പോയി ആൾക്കാർ പോയി. ഫ്രീക്കാക്കല്ലേ ബേബി? പ്ലെയിൻ ആയിട്ട് മൈൽഡ് ആയിട്ട് എടുക്കാം. പ്ലെയിൻ ആയിട്ട് എന്താ ഷോവും കൂടി നോക്കട്ടെ ഗൈസ്, കാണിച്ചു തരാം. ഇത് തന്നെ പ്ലെയിൻ, പ്ലെയിൻ ഇത് പ്ലെയിൻ മതി. ഇങ്ങനെ ബേബി കൊച്ചിന് മൊത്തം ഫ്രീക്ക്, നമ്മ മൊത്തം മൈൽഡ് എടുക്കണേ. അത് തലകത്താണ്. ഇല്ല, ഞാൻ നോക്കുക. സുനു ഇത് 2 എടുക്കാല്ലേ സുനു? ഇറ്റ്സ് ഗുഡ്. റെഡ് ആൻഡ് ബേബി ആ റെഡ് ക്യാപ്പും ഈ റെഡ് മിറ്റൻസ് ഇടണം. ആ റെഡ് ക്യാപ്പും ഈ റെഡ് മിറ്റൻസ്, പിന്നെ റെഡ് സോക്സ് വേണം. അപ്പൊ പൊളിയായിരിക്കും. ഓ ബോയ് വേണം. കാലിന്റെ സോക്സ് വേണം. ആ ഓക്കെ, അത് മതി, അത്ര മതി. ഇനി കാലിന്റെ എടുക്കും സോനു, കാലിന്റെ. പെട്ടെന്ന് ബേബി വലുതോ. ബേബി ഇനിയില്ലേ കാൽ കിട്ടത്, അത് കൊള്ളാം. നല്ലുണ്ട്. വേറെ ഉണ്ടാന്ന് നോക്കിയതാണ്, കാണാനില്ല. ആ ഇത് നോക്കി, ഇങ്ങനെയാണ് വേണ്ടത്. ഇതെന്താ മിറ്റൻ കൈക്ക് കിടന്നത്? അപ്പൊ അതിലുള്ളത് കുറച്ച് മാറ്റി. മാറ്റി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഗൈസ് അടുത്തത് ബേബിക്കുള്ള പാമ്പർ മതിയാ ബേബി സൈസ്. ഈ പാമ്പർ എന്റെ പാമ്പർ കൊടുത്തോ. നീ ഇപ്പോഴും പാമ്പർ പറഞ്ഞില്ല ഇപ്പോഴും സത്യാവസ്ഥ. ഇത് വാഷബിൾ ആണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു 2-3 മേടിക്കണം. സൈസ് ന്യൂ ബോൺ കുഞ്ഞായിരിക്കും. സൈസ് എത്ര പ്രൈസ് എഴുതിയിട്ടുള്ളൂ, സൈസ് എഴുതിയിട്ടില്ല. ബേബിയുടെ കയ്യിലേക്ക് എടുത്ത് കറക്റ്റാ. അതിപ്പോ വേണ്ട. സോനു സോക്സ് भी കിട്ടിട്ടില്ലാവാ. ഫ്രീക്ക് ഞാൻ ഉദ്ദേശിച്ച സൈസ് പ്രോപ്പർ അല്ല. എന്താ ഇത് ചെറുതെന്നാണോ പറയണ ബേബി? ഇത് കറക്റ്റ് സൈസാണ്. അപ്പൊ ബ്ലൂ എനിക്ക് കുറച്ച് വലിപ്പമുള്ള പോലെ തോന്നി. സോ നോക്കൂല ബ്ലൂ. അത് നിനക്കല്ലേ? ഗൈസ് അടുത്തത് നമ്മൾ ബേബിക്കുള്ള കെട്ടെടുപ്പ്, അതിന്റെ ഒരു ഹ്യൂജ് ഡിസ്കഷൻ ആയിരുന്നു ഇവിടെ. എന്നിട്ട് ലാസ്റ്റ് ബേബി എടുത്തു. വൈറ്റ് രണ്ടുമൂന്നെണ്ണം എടുക്കാലോ. വൈറ്റ് വേണം. ഐ ലവ് വൈറ്റ്. എല്ലാം ന്യൂ ബോൺ അല്ലേ അത്? വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റില്ല. സോനു ബാക്കി കളർ എടുക്കാലോ. നല്ല നല്ല കളേഴ്സ് എല്ലാം എടുത്തു. ചൈനക്കാരുടെ സ്റ്റൈൽ. ഇത് വേണോ ജൂട്ട് ടൈപ്പ്? വേണ്ട കൊച്ചിനെ ഇടങ്ങേറോ. കോട്ടനാണ്. അതൊക്കെ കൊച്ചിന്റെ സ്കിന്നിലേക്ക് ഇടങ്ങേറായി പോകും. അതുകൊണ്ട് ഇപ്പിടിക്കല്ലേ. അപ്പോൾ ആൾക്കാര് ഗൈസ് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റൽ ബാഗിനുള്ളത് മാത്രമല്ല മേടിച്ചിട്ടുള്ളൂ, ഒരു 40 ഡേയ്സിനുള്ളത് എല്ലാം മേടിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് പിന്നെ വരാൻ പറ്റൂല, ഇവരായിരിക്കും വന്നിട്ട് എടുക്കുന്നത്. ഇത് നമ്മള് 3 കളറിൽ എടുക്കാറുണ്ട്. അഡ്ജസ്റ്റബിൾ ഫാമിലിയൊക്കെ ഇട്ടിട്ട് റീയൂസബിൾ, വാഷ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ എന്നെ വീട്ടിലിട്ടിട്ട് ഇവരായിരിക്കും വന്നിട്ട് എടുക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ മാക്സിമം എടുത്തു ബേബിക്കുള്ള എല്ലാം. കെട്ടുടുപ്പ് എടുത്താ? അത് പിന്നെ ആവട്ടെ, ഗേൾ ആവട്ടെ, എന്നിട്ട് നോക്കിയാ മതി. Yes, all things covered, yeah. Oh, this is all for baby. ഒരു ലോഡ് സാധനം. ഗൈസ് അങ്ങനെ കൊച്ചിന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. കൊച്ചു ബേബിക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വലിയ ബേബിക്ക് ആയിട്ട് 2 ട്രാക്ക് അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ എടുത്തു 2 കളറ്. പിന്നെ അതിനുശേഷം പിന്നെ ചെറിയൊരു പർച്ചേസിൻ്റെ മമ്മക്ക് സ്ലിപ്പർ നോക്കണ്ട, ചപ്പൽ കൊച്ചിന്റെ ഉമ്മാക്ക് ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിടാല്. എന്താ പോലെ ഗ്രാനിക്കും ഉമ്മിക്ക് ഡ്രസ്സൊക്കെ ആവാനുണ്ട്. അവനുണ്ട്, അതാണ് കൊറേ ഉണ്ട്. ഓയ് എടുക്കട്ടാ. ഒന്നും പറയണ്ട ഗൈസ്, കാര്യങ്ങൾ കൈവിട്ട് പോയി. കൊച്ചിന്റെ പേരും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓരോരുത്തരും ഓരോ ഐറ്റംസ് എടുത്തോണ്ടിരിക്കണത്. ചപ്പൽസ്, ടോയ്സ്. ഇതിപ്പോ മോളാണെങ്കിൽ അടുത്തത് ഇപ്പൊ കിച്ചൺ ഒക്കെ പറഞ്ഞ് ഡാഡാന്നൊക്കെ പറഞ്ഞ സോപ്പിട്ടോ ഇടിവെട്ട് സ്ഥലമായി പോയി.
ഗൈസ് അങ്ങനെ നമ്മൾ ഡിക്കിലേക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്ന് വാങ്ങിച്ച് വെച്ചു. ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട് കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിക്കാൻ വേണ്ടി. ബാഗൊക്കെ വാങ്ങിക്കാനുണ്ട്, പിന്നെ ഒരു ചെറിയൊരു വാക്യൂം ക്ലീനറും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങിച്ച് ഫാമിലി ആയിട്ട് പിന്നെ വീണ്ടും വണ്ടിയിലേക്ക് വരാം. ഓക്കെ. വെഡിങ് പോകെയായിട്ട് സോനുണ്ട്. ഇത് ബാക്കിൽ ഫയർഫോഴ്സ് കൂടെ വിളിക്കേണ്ടി വരുമോ? മൊത്തം കാര്യങ്ങൾ കാരണമുണ്ട്. മൊത്തം കരുത് കാറുണ്ടല്ലോ ഇത്. ചൂടില്ല, പുക മാത്രമേ ഉള്ളൂ. എന്താ സാധനം എന്താ ചൈനീസ് ഇത് ക്യാബേജിന്റെ തോണാണ്. അടിയിൽ ചൂടുണ്ട്, അടിയിൽ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കണം. ആ കല്ലിക്കേറി സൈക്കിൾ പിടിക്കണ്ട, കൈ പൊള്ളി പോവേ. ടേസ്റ്റ് ഉണ്ടോ അമ്മ? ടേസ്റ്റ് ഉണ്ടല്ലേ? എങ്ങനെയാണ് സോനു? എന്താ കഴിച്ചുകൊണ്ടായിരുന്നത്? എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നത്? ചിക്കൻ ഉണ്ട്, ഷെസ്വാൻ ചിക്കൻ, ഇവിടെ ഫ്രൈഡ് നൂഡിൽസ്, സാധാ നൂഡിൽസ്, ചിക്കൻ എല്ലാം ഉണ്ട്. ടേസ്റ്റ് ഇല്ല, കൊള്ളാല്ലേ? പക്ഷെ കഴിച്ചു നോക്കിയില്ലേ? ഇഷ്ടമായ? ഇത് വേറെ സൈഡാണ്. ഇത് ഞാൻ കഴിച്ച് കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ കഴിച്ചിട്ട് കറക്റ്റ് കാര്യം പറഞ്ഞത് എൻ്റെ സംഭവം കാണാൻ പക്ക നൂഡിൽസ് പോലെയൊക്കെ ഉണ്ട്. ചൂട് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഷെസ്വാൻ നൂഡിൽസ് അല്ലേ? ഷെസ്വാനാണോ പറയണ്ടേ? ഷെസ്വാൻ അവനാണെങ്കിൽ എനിക്കറിയാം, കുഴപ്പമില്ല. ഇത്ര വലിയ അതിന്റെ പേര് ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് പുക മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. നോസ്ട്രിൽസ് ഒക്കെ ഇങ്ങനെ വിരിയാണ്. ചിക്കൻ വേണോ? പറയണ്ടേ ചിക്കൻ എന്തോരം വേണോന്ന് പറഞ്ഞു. ചൂടുണ്ട് എന്റെ ബിരിയാണി.
റോസ്റ്റഡ് ചിക്കൻ. ഗൈസ്, അങ്ങനെ നമ്മുടെ കിടിലൻ ഷോപ്പിങ്ങും അടിപൊളി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചല്ലേ? അത്യാവശ്യം എല്ലാം ഇങ്ങനെ ഓടി കിടന്നു കൊറേ എടുത്ത് മാക്സിമം അത്യാവശ്യം കൂടുതൽ മാക്സിമം കൂടും. ബിക്കോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ടർക്കി 1 അങ്ങനെയൊക്കെ വേണമെങ്കിൽ ബേബി 2, 3 അങ്ങനെയൊക്കെ ഒരേ സെറ്റിന്ന് നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടി കൂട്ടി എടുത്ത് അല്ല നമ്മളത് ഈ പിശുക്ക് എടുക്കണ്ടല്ലോ, നമുക്ക് എന്തായാലും ആവശ്യം വരും. അതുകൊണ്ടിട്ടാണ് ഞാൻ 2-3 വെച്ച് മിക്കതും എടുത്തത്. വെരി ഹാപ്പി ബിക്കോസ് ഇത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എന്റെ ലിസ്റ്റിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ലിസ്റ്റിൽ ഇല്ലാത്തതൊക്കെ കുറെ എടുത്തു. അടിപൊളിയായിരുന്നു. ബട്ട് ഐ എം ലിറ്ററലി ടയർഡ് ബിക്കോസ് നമ്മൾ എങ്ങനെ ഷോപ്പ് ചെയ്യണം. എന്റെ അപ്പത്തം ഇങ്ങനെ ആയി വന്നിട്ട് നമുക്ക് ബോറടിക്കുമെന്ന് പറയുമ്പോൾ ബേബി മൂവി കൊണ്ടുപോകും, ഫുഡൊക്കെ കഴിച്ച് വരും. പക്ഷെ ഇങ്ങനെ ടയർഡ് ആവില്ല ജസ്റ്റ് പോയി വന്നാല്. ഷോപ്പിംഗ് എന്ന് ഇറങ്ങിയത് ഇതാ ഈ ഒരു 2 months 1.5 months കൊറേ നടന്നു. ഞാൻ പിന്നെ ഇവര് വാങ്ങിക്കുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ പോയിട്ട് താഴെ വരെ പാർക്കിങ്ങിൽ പോയി വണ്ടിയിൽ വെച്ച് എത്ര പ്രാവശ്യം 4 പ്രാവശ്യം മൊത്തത്തിൽ ഞാൻ താഴെ വരെ പോയി സാധനം. ഡിക്കിയും ആ ഏറ്റവും ബാക്ക് സ്പേസും എല്ലാം ഫുള്ളാണ്. എല്ലാ സാധനങ്ങളെ കുറിച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചൊന്നും നിങ്ങളെ കാണിച്ചിട്ടുമില്ല. എല്ലാ സാധനങ്ങളും വെച്ച് കംപ്ലീറ്റ് ഫില്ലായിട്ടിരിക്കണം ഏറ്റവും ബാക്ക്. അതിനായിട്ട് നമ്മളെ വ്യൂവേഴ്സും വരും, അവരുടെ അടുത്തും വ്ലോഗൊക്കെ മൊത്തത്തിൽ നമുക്ക് ഇതാക്കാൻ പറ്റൂല. സോ എനിവേ അൽഹംദുലില്ലാ എല്ലാം കിട്ടി മാഷാഅല്ലാ. ഇനി പാക്ക് ഒക്കെ ചെയ്യണം. അതെന്തായാലും ഞാൻ എന്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നെന്ന് ഞാൻ കാണിക്കും. ഓക്കെ. പിന്നെന്താ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബില് ഒരു ചെറിയൊരു ഷോർട്സിന്റെ ക്ലിപ്പിംഗ് കാണാനിടയായി. അതായത് നമ്മുടെ വീട്ടില് നമ്മളെ കാണാൻ വേണ്ടി വരുന്ന നമ്മുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അവർ വരുമ്പോൾ നമ്മൾ അത്ര നല്ല സ്നേഹത്തോടു കൂടിയാണ് പെരുമാറാറ്. നമ്മൾ അവരുടെ അടുത്തൊരു നമ്മൾ ബിസി ആണെന്നോ അല്ലെങ്കിൽ ടൈമില്ലാത്തോ അങ്ങനെ ഒന്നും കാണിക്കാറില്ല. വരെ നമ്മൾ വീട്ടിൽ കയറ്റി അവരെ വേണ്ട രീതി സൽക്കരിച്ചാണ് നമ്മൾ വിടാറ്, മനസ്സിലായോ? പക്ഷെ എന്നാൽ പോലും നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ ചെയ്യരുത്. ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോലും അറിയാണ്ട് ഞങ്ങളുടെ പ്രൈവറ്റ് മൂവ്മെന്റ്, അതായത് ഞങ്ങൾ ഓപ്പോസിറ്റ് ഇപ്പൊ ഞാനാണെങ്കിലും മഷും സുഹാനും കൂടി ഇരിക്കുന്ന ഒരു ഷോട്ടാണ്. അത് ഞങ്ങൾ അറിയാണ്ടാണ് ആ വീഡിയോ എടുത്തിട്ട് അവരത് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് ഒരു പെർമിഷൻ പോലും ചോദിക്കുന്ന ഒരു മര്യാദ കാണിക്കുന്നില്ല. ചിലർ ചോദിക്കും, അവരുടെ ഞാൻ പറയും സോറി, ഞാൻ വീട്ടില് വീഡിയോ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ എടുപ്പിക്കില്ല കേട്ടോ, ഞങ്ങളായിട്ട് തന്നെ വ്ലോഗ് ചെയ്യുള്ളൂ, പുറത്തുള്ള ആരെ കൊണ്ട് ഞങ്ങൾ വീഡിയോ എടുപ്പിക്കില്ല എന്നുള്ളത് ഞങ്ങളായിട്ട് തന്നെ പറയാറുണ്ട്. ഇത് ഞങ്ങളാരും പറഞ്ഞിട്ട് പോലും ഞങ്ങൾ അറിയാണ്ടുള്ള വീഡിയോ ക്ലിപ്പിങ്സ്, ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ്, ഒരു ഷോർട്ട് ക്ലിപ്പിങ്സ് യൂട്യൂബിൽ കിടന്ന് കളിക്കാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കമന്റ് വിട്ടിട്ടുണ്ട്, എന്ത് മര്യാദയില്ലായ്മയാണ് ഈ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കാണാൻ വേണ്ടി വന്നാൽ നമ്മളോട് സ്നേഹത്തിൽ കണ്ടുപോവുക. ഞങ്ങളുടെ വീഡിയോ ക്ലിപ്പിംഗ് എടുത്തിട്ട് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി അത് റീച്ച് കൂട്ടാനും ഷോർട്സിലിട്ട് വ്യൂവേഴ്സ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വേണ്ടിയുള്ള ഒരു ഉപകരണം ആക്കരുത് ഞങ്ങളെ. പ്ലീസ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവിൽ നിങ്ങളുടെ സ്വന്തം വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ. എൻ്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ആരും ആ ഒരു ഉദ്ദേശത്തോടെ വീട്ടിലേക്ക് വരാൻ വേണ്ട. നിങ്ങൾ വാ, നമുക്ക് സന്തോഷമുള്ളൂ. നമ്മൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ സൽക്കരിച്ചാൽ വിടാറ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇന്നേ വരെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നല്ല രീതിയിൽ വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിച്ചാണ് ഞാൻ വിടാറ്. പുറത്തുനിന്ന് പോലും ഞാൻ ജസ്റ്റ് സംസാരിച്ച് വിടുന്ന ആളല്ല. പിന്നെ എത്ര അറിയാൻ പോലാത്തവരാണെങ്കിൽ പോലും വീട്ടിൽ പോയി കയറിയിരിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ഭാര്യമാര് വെള്ളം ഉണ്ടാക്കി വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ വീട്ടിൽ കയറി വന്ന് ഞങ്ങൾ അറിയാണ്ട് ഞങ്ങളിരിക്കുന്ന ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ട് മര്യാദ കേട് കാണിക്കരുത്. അത് വെറും തോന്നിയ വാസമാണ്. പ്ലീസ്, നിങ്ങൾ അതിനു വേണ്ടി ഒരാളും എൻ്റെ വീട്ടിലേക്ക് വരരുത്. ഒരു ചാനലിൽ ഞാൻ കണ്ടു ഈ വീഡിയോ അവർ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ക്ലിപ്പിംഗ് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവസിയാണ്. ഞങ്ങളുടെ പ്രൈവസി ഞങ്ങളറിയാണ്ട് വന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ട് യൂട്യൂബ് ഇടരുത്. ഞങ്ങളായിട്ട് തന്നെ ഞങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ വീടിൻ്റെ ഉള്ളിലത്തെ സീൻസുകൾ ഞങ്ങൾ തന്നെ വീട്ടിലെ സെൽഫി ആയിട്ട് എടുത്തിട്ടും ഒക്കെ ഞങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പബ്ലിക് ആക്കാറുണ്ട്. പക്ഷെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പിങ്സ് ആണെങ്കിലും വളരെ ക്യാഷ്വലായിട്ടിരിക്കുന്ന ഒരു സംഭവം ക്ലിപ്പിങ്സ് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് എടുത്തിട്ട് ഇടരുത്.
അപ്പം എനിക്ക് നിങ്ങളുടെ കൂടെ ഇത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും ഇത് മനസ്സിലാക്കണം. കാരണം നമ്മുടെ വ്യൂവേഴ്സ് ആണ്. അതിൻ്റെ ഇടയിൽ 1-2 കമന്റും ഉണ്ട്, ഈ വീഡിയോ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുമോ അവരെന്നും പറഞ്ഞിട്ട്. കാരണം അത് കണ്ടിട്ടുള്ള വ്യൂവേഴ്സിനാണെങ്കിൽ പോലും മനസ്സിലായി ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് എടുത്താണ്, അത് വളരെ മോശമായിട്ട് ചെയ്തതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഇത് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. ശരിക്കും ചെറിയൊരു വിഷമമുണ്ട് ഒരു സംഭവം, അതുകൊണ്ടിട്ടാണ് ഷെയർ ചെയ്തത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഈ മഷുവിന്റെ ചാനലില് ബാക്കി ഇപ്പൊ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണ്ടല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാനും പുതിയ കണ്ടന്റ് ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. അതുവരെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.